എന്റെ അമ്മോ, ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. എന്ത് വിജൃംഭിച്ചത് എന്നുവെച്ചാ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ചുമ്മാരി. എന്താ നിനക്ക് പേടിയുണ്ടോ? ഏയ്, എവര് പേടിക്കും? ഞാനിത് വാങ്ങുമ്പോ ഭാര്യ പറയാ അതിനകത്ത് കയറി 3-4 രാത്രി ഒറ്റയ്ക്ക് സുഖമായിട്ട് താമസം. എന്നിട്ട് പ്രേതം നിന്നെ കൊന്ന? നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. എന്താ? നീ എന്നെ വിളിച്ച? ഇല്ല. ഇല്ലേ? വിളിക്കുന്ന പോലെ ഞാൻ കേട്ടല്ല. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അപ്പുക്കുട്ടാ, എന്താടാ? മുട്ടണ്. നിനക്ക് മുട്ടണെങ്കിൽ നീ പോ, എനിക്ക് മുട്ടണില്ല. നീ എന്താ ഇവിടെ? ഞാനിവൻ ഒറ്റക്കിടന്ന് പേടിക്കണ്ടല്ലോ എന്ന് കരുതി വന്നതാ. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, നീ വയ്ക്കും. അത് വേണ്ട, ഇവന്റെ ഭാര്യ ജാനകി എന്നെ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാ ഇവനെ നോക്കിക്കൊള്ളൂന്ന്. അവള് നിന്നെ വിളിക്കാറുണ്ടാ? മിണ്ടാ, കിടക്കട അവിടെ. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, അതാ. എന്താടാ? എന്തിനാ ഓടിയത്? ഒന്നിനു പോവാനാ? ആരാടാ അത്? അത് ചോദിച്ചാ പോരെ. എക്സ്ക്യൂസ് മീ. ബുദ്ധിയുള്ളതുകൊണ്ടാ നിങ്ങൾ രണ്ടാളും പേടിച്ചത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല. അതെന്താ, നിനക്ക് ബുദ്ധി ഇല്ലേ? അതേടാ, സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലുത്. ഒരാഴ്ചയല്ല, വേണമെങ്കിൽ 1 മാസം നിനക്ക് വേണ്ടി ഇവിടെ നിൽക്കും ഇവര് രണ്ടുപേരും. എങ്ങനെയാ നിന്റെ അമ്മാവന് പല്ലുവേദന വന്നത്? ഒരു പാണ്ടി ലോറി നേരെ വന്ന് ഒറ്റയിടി ഫ്രണ്ട് പല്ലില്. എന്താടാ ഇത്? കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? അതെ, വലിയ കുട്ടികളെ പോലെ കരേ. ബാത്റൂമിൽ മുള്ളിയ അത് നല്ലതല്ലേ? ആര്? വലിയോ പാറ്റയോ ഇല്ലായിരിക്കും. വാടയാ? ബാത്റൂം അല്ലേ, വാട കാണും. അവന്മാരൊക്കെ എവിടെ? അവങ്കെല്ലാം തൂങ്ങിയച്ച സാർ. തൂങ്ങിച്ചത്ത? എന്തിന്? ഉറങ്ങിയെന്നാ പറഞ്ഞത്. ഉറക്കം തൂങ്ങിച്ചത്തോ? ഇല്ല. എനിക്ക് തോന്നുന്നുണ്ട്. എന്ത്? ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ?